ആന്റണി എന്ന് പറയുന്ന പേരപ്പോൾ ചർച്ചയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല നിങ്ങൾ അല്ല അത് തന്നെ അത് ഇത് തന്നെ നിങ്ങൾ തെറ്റാണ്. നിങ്ങൾ ഒരാളുടെ പേര് എനിക്ക് നിർഭാഗ്യകരമായി തോന്നുകയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും കഴിവുള്ളവരാണ്. ഒരു മണ്ഡലത്തിൽ 4 പ്രാവശ്യം ജയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആൻ്റണിയെ പോലുള്ള ഒരാൾ കോൺഗ്രസ്സിന് അഭിമാനകരമായിട്ട് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിഴച്ച് അതെന്തിനായിരുന്നു എനിക്കറിയില്ല. ഇത്തരമൊരു ചർച്ചകൾക്ക് കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ഞങ്ങൾക്ക് വളരെ നല്ല നിരയുള്ള ലീഡർഷിപ്പിൽ നിരയുള്ള സ്റ്റേറ്റാണ് കേരളം. ഞങ്ങളുടെ MP-മാർ ആരാ മോശക്കാർ? എല്ലാവരും ഒന്നിനൊന്നും മെച്ചമല്ലേ? പക്ഷേ കൺസിഡർ ചെയ്യുമ്പോൾ ഒരാളല്ലേ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ച് ബാക്കി എല്ലാവരും മോശക്കാരാണോ? എല്ലാവരും കഴിവുള്ളവരാണ്, പ്രഗത്ഭരായ ആളുകളാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ആ ക്രീം ലീഡേഴ്സിൽ നിന്ന് ചില സന്ദർഭങ്ങളിൽ പല ഘടകങ്ങളും മനസ്സിലാക്കി ഒരാൾക്ക് അവസരം കിട്ടും. പിന്നെ ഇപ്പം ഈ പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഒരു സമുദായ നേതാവിൻ്റെയും റെക്കമെൻഡേഷൻ ഞങ്ങളെടുത്ത് വന്നിട്ടില്ല. പലരും പറയുന്നുണ്ട്, ചിലർ നിർദ്ദേശിച്ചു. ഇവരെല്ലാം സംഘടനാപരമായിട്ട് കഴിവുള്ള നേതാക്കന്മാർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സണ്ണി 6 വർഷക്കാലം കണ്ണൂർ പോലെയുള്ള ജില്ലയിൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു, അതും സുധാകരന് ശേഷം. അവിടെ നിർണായക വിജയങ്ങളിൽ ചുക്കാൻ പിടിച്ച നേതാവായിരുന്നു. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എന്താണ്? DCC പ്രസിഡന്റുമാരെ ശാക്തീകരിക്കുന്ന പ്രക്രിയയാണ് ഇന്ത്യയിൽ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ശക്തി വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഏറ്റവും നല്ല DCC പ്രസിഡന്റുമാർ ആരായിരുന്നോ അവരെ മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഏതെങ്കിലും സമുദായത്തിൻ്റെ പേര്. പിന്നെ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി എല്ലാ സമുദായങ്ങൾക്കും സ്പേസ് കൊടുക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ സമുദായങ്ങൾക്കെതിരല്ല, എല്ലാ സമുദായങ്ങളെയും അംഗീകരിക്കും. അവരോട് ആരോട് എതിര് പറയില്ല, അവരോട് വഴക്കിടാൻ നിൽക്കാറില്ല. പക്ഷേ അവർ ഒരു പേരും നിർദ്ദേശിച്ചിട്ടില്ല. അവരെയിലേക്ക് ചിത്രത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഒരാളെ മോശമാക്കുക, സമുദായ നേതാക്കന്മാർ പറയുക, അതില്ല. കോൺഗ്രസ് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചോദിക്കുമോ ചോദ്യം? ഇപ്പം CPM-നകത്ത് ചോദിക്കുന്നുണ്ടോ ഒരു പട്ടികജാതി മന്ത്രി ഇതുവരെ ഇല്ല? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, കോൺഗ്രസിനോട് ഇതൊക്കെ ചോദിക്കും. കോൺഗ്രസ് ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയാണ്, എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയാണ്. CPM-ൽ SC മന്ത്രിയില്ല. കോൺഗ്രസിൻ്റെ കാലത്താണ് ഒരു SC മന്ത്രിയില്ല, ഒരു ക്യാബിനറ്റ് ഉണ്ടായെങ്കിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ വിടുമായിരുന്നു. കേരളം പോലെയുള്ള നവോത്ഥാനത്തിൻ്റെ സ്റ്റേറ്റിലാണ് ഈ പറയുന്നത്. അപ്പോൾ അതൊക്കെ ആയിക്കോട്ടെ, അതിനൊന്നും സംശയമില്ല, അതൊക്കെ അങ്ങനെ ചെയ്തിട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അതിൽ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കാമല്ലോ ചെയ്യാൻ. ആ വിമർശനങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ആത്യന്തികമായി പറയുമ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീം വി ആർ പ്രസൻറ്റിങ് ടു കേരള. മറ്റെല്ലാവരുടെയും കൂടി സഹകരണത്തോടു കൂടി, എല്ലാ മുതിർന്ന നേതാക്കന്മാരെയും പുതിയ ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി 2026 UDF-ൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വിന്നിങ് കോമ്പിനേഷനാണ് മുന്നോട്ട് പോകുന്നത്.